നമുക്ക് മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ആരും പകർത്തിയ മൊബൈൽ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് വലിയൊരു നോക്കൂ, ആ ദൃശ്യങ്ങൾ നോക്കൂ, എങ്ങനെയാണ്, എത്രത്തോളം വ്യാപ്തിയിലാണ് കെട്ടിടം വീഴുന്നത്. ആ സമയത്ത് അതിലൂടെ ആരെങ്കിലും നടന്നു പോവുകയായിരുന്നെങ്കിൽ പോലും വലിയ അപകടം ഉണ്ടായേനെ. നമുക്ക് ദൃശ്യങ്ങൾ ഇപ്പോൾ വളരെ വ്യക്തമായി ആ അപകടത്തിന്റെ വ്യാപ്തിയും തീവ്രതയും ആഘാതവും ഒക്കെ ഈ ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അപകടത്തിന്റെ മുകളിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കെട്ടിടം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, അവിടെ നിന്ന് ആ വാർഡ് മാറ്റിയിട്ടുണ്ടെന്നൊക്കെ മന്ത്രിമാർ പറയുമ്പോഴും ആ ഭാഗത്തുകൂടെ നടന്നു പോകുന്ന ആളുകളുടെ മുകളിലേക്കാണ് കെട്ടിടം തകർന്നു വീണതെങ്കിൽ എന്ത് സംഭവിക്കാനെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു വിവരമാണ്. 3 പേരാണ് ആ സമയത്ത് ഈ കെട്ടിടത്തിന് ഉണ്ടായിരുന്നത്. 2 മുതിർന്നവരും ഒരു കുട്ടിയും. ഇതിൽ ഒരാൾക്ക് മാത്രം പരിക്ക് എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി അടക്കം പറയുന്നത്. ഒരാഴ്ച മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് യോഗം ചേർന്നിരുന്നു. ഈ വാർഡ് പൂർണ്ണമായും ഇവിടെ നിന്ന് ഈ കെട്ടിടം പൂർണ്ണമായും ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. കിഫ്ബിയിൽ നിന്ന് പണം സമാഹരിച്ചുകൊണ്ട് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായി എന്നുള്ളതാണ് മന്ത്രി പറയുന്ന കാര്യം. അതിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഈ കിടക്കുന്ന മൺകൂമ്പാരത്തിനടിയിൽ, കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഷിനോജ് നമുക്കൊപ്പം ഉണ്ട്. ഷിനോജ്, കൂടുതൽ ദൃശ്യങ്ങൾ കാണുമ്പോൾ അപകടത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പോലീസ് എന്താണ് പറയുന്നത്? ഫയർഫോഴ്സ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന സംശയമുണ്ടോ അവർക്ക്? അങ്ങനെ ഒരു സ്ഥിരീകരണം നൽകേണ്ടത് ഫയർഫോഴ്സ് ആണ്. എന്തായാലും അത്തരത്തിലൊരു സ്ഥിരീകരണം നിലവിൽ പോലീസ് ഫയർഫോഴ്സും തന്നെ ഇതുവരെയും നൽകിയിട്ടില്ല. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഈ മുകളിൽ നിന്ന് ഇടിഞ്ഞ് താഴോട്ട് വന്ന് വീണ ഒരു കോൺക്രീറ്റിന്റെ പാളിയാണ്. ആ പാളിയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. പാളി എന്ന് പറയുന്നത് എത്ര വലുതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി എന്നതാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഇപ്പോഴും ഇതിനിടയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണത്തിലേക്ക് ഫയർഫോഴ്സ് എത്തിയിട്ടില്ല. പ്രാഥമികമായി അവരുടെ നിഗമനം മാത്രമാണ് പറയുന്നത്. ഇതിനുള്ളിൽ ആരും തന്നെ ഇല്ല എന്നത് പ്രാഥമികമായി അവരുടെ നിഗമനം മാത്രമാണ്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു അപകടമാണ് അല്പസമയം മുമ്പ്, ഏകദേശം അരമണിക്കൂർ മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നത്. 14 വാർഡായിട്ടുള്ള ഇത്തരത്തിൽ ഈ സർജറി വകുപ്പ് ബോർഡിന്റെ ഓർത്തോ സർജറിയുടെ ആരും ഉപയോഗിക്കാത്ത മന്ത്രിമാരൊക്കെ തന്നെ പറയുന്നതനുസരിച്ച് ഈ കെട്ടിടം പൂർണ്ണമായി ഉപയോഗിച്ചിരുന്നില്ല. പഴയ കെട്ടിടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പൂർണ്ണമായി ഉപയോഗിക്കാത്ത ഒരു കെട്ടിടമായിരുന്നു എന്നാണ് മന്ത്രിമാരൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ അതിന് മുകളിലുള്ള ഒരു ബാത്റൂം ഉണ്ട്. ആ ബാത്റൂം ഒക്കെ തന്നെ ഇപ്പോഴും ഉപയോഗിക്കുന്ന ബാത്റൂമാണ് എന്ന് തന്നെ വ്യക്തമാണ്. കാരണം അവിടെ ബക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അവിടെ സജീവമായി തന്നെ ബാത്റൂം ഒക്കെ തന്നെ ഉപയോഗിക്കുന്നതായിട്ട് തന്നെ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകുന്നു. അത് ഇവിടെയുള്ള ആളുകളൊക്കെ തന്നെ, രോഗികളൊക്കെ തന്നെ പറയുന്നത് ആ മുകളിലുള്ള 3ാം നിലയിലുള്ള ബാത്റൂം ഒക്കെ തന്നെ അവർ തന്നെ ഉപയോഗിക്കുന്ന ബാത്റൂമാണ് എന്നാണ് പറയുന്നത്. എന്തായാലും അത് ഉൾപ്പെടെയുള്ളവ പൂർണ്ണമായും ഇപ്പോൾ ഇടിഞ്ഞ് താഴേക്ക് പതിച്ചിട്ടുണ്ട്. ആകെ 3 പേരാണ് പരിക്കേറ്റത്. ഇതിൽ ഒരാൾ എന്ന് പറയുന്നത് 5-6 വയസ്സുള്ള ഒരു കുട്ടിയാണ്, പെൺകുട്ടിയാണ്. അവർക്ക് കൈക്ക് ചെറിയ പോറലേറ്റിട്ടുണ്ട്. ഒപ്പം മറ്റൊരാൾ, അത് കാലിനും പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ 3 പേർക്ക്, 2 മുതിർന്നവരും ഒരു കുട്ടി ഉൾപ്പെടെ ആകെ 3 പേരാണ് പരിക്കേറ്റിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും ഇവിടെ ഈ പൂർണ്ണമായി ഒരു സ്ഥിരീകരണത്തിലേക്ക്, അതായത് ഈ ഇടിഞ്ഞു പോയ കൂനയ്ക്കുള്ളിലേക്ക് ആരെങ്കിലും ഒക്കെ തന്നെ അപകടം ഉണ്ടോ എന്ന് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകണമെങ്കിൽ അവിടെ പൂർണ്ണമായും ഒരു തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള തെരച്ചിലേക്ക് ഫയർഫോഴ്സ് ഇപ്പോൾ പോവുകയാണ്. എന്തായാലും ഇവിടെ നിൽക്കുന്ന നമ്മളെ ഉൾപ്പെടെ, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഇപ്പോൾ അവർ മാറ്റുകയാണ്. ഇവിടെ ഒരു തെരച്ചിലേക്ക് തന്നെ ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസ് ഉൾപ്പെടെ പോവുകയാണ്. എന്തായാലും വളരെ വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നിരിക്കുന്നത്. 14 നമ്പർ ഈ ഓർത്തോ സർജറി വാർഡ് പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു.